വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അവൻ ജൂലിക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന കണ്ടപ്പോഴേ അവന് വിശപ്പ് വന്നു. പാവം അപ്പുറത്തിരുന്ന് എന്നെ നോക്കി കരയായിരുന്നു. ആ ജൂലിക്കുട്ടി ഇവിടുന്ന് ചിക്കനും ചോറും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം ചിക്കൻ ഞാൻ പള്ളിയുടെ സൈഡിൽ കൊണ്ട് വെച്ച് കൊടുത്തു. പക്ഷെ അവനത് കണ്ടില്ല. അവൻ ജൂലിയൊന്നും കാണാണ്ട് ഇങ്ങോട്ടേക്ക് ചാടി. ജൂലി അവന് മുഖാമുഖം വന്നു കേട്ടോ. പക്ഷെ ജൂലി പാവാണല്ലോ, ജൂലിക്ക് പേടിയായി ഇവനെ കണ്ടപ്പോൾ. പക്ഷെ അതേ ദേഷ്യപ്പെട്ട ഒരാൾ നോക്കിയിരിക്കുന്നുണ്ട്. കാണിച്ചു തരട്ടെ, ഇത് കണ്ടോ, ദേഷ്യപ്പെട്ട ഒരാളവിടെ ഇരിക്കുന്നുണ്ട്. എന്തിനാ ഫുഡൊക്കെ കൊടുക്കണേ എൻ്റെ അച്ഛന്? അച്ഛൻ വേണമെങ്കിൽ പള്ളിയിൽ പോയി കഴിക്കട്ടെ എന്ന്. പാവം, പള്ളിയിലാവുമ്പോഴേ എപ്പോഴും അവർക്ക് അവനെ ശ്രദ്ധിക്കാനൊന്നും പറ്റില്ലല്ലോ. അവർ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ കൊടുക്കും ഭക്ഷണം, അത്രേ ഉണ്ടാവുള്ളൂ. അവൻ ക്ഷീണിച്ച് പോയി പാവം. ഇത് സുന്ദരനായിരുന്നു, ഏതോ വീട്ടിൽ നന്നായിട്ട് ജീവിച്ചിരുന്നവനാവും, വഴിതെറ്റി വന്നതായിരിക്കും അങ്ങോട്ട്. അവരവന് നന്നായിട്ട് നോക്കണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം പള്ളിയിലാവുമ്പോൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവർക്ക് എവിടെയാണ് പൂച്ചയെന്ന് നോക്കാൻ സമയം. അവരെപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ അവന് കൊടുക്കുന്നുണ്ടാവും. അവന് ധാരാളം ഭക്ഷണം വേണം, വലിയ പൂച്ചയല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ക്യാറ്റ് ഫുഡ് കൊടുക്കുമായിരുന്നു കേട്ടോ. വേറെ ഒന്നുമില്ല, ചിക്കൻ്റെ കൊടുത്തപ്പോൾ അവനത് കണ്ടില്ല. അത് കാരണം അങ്ങോട്ട് ചാടി വന്നു പേടിച്ചിട്ട്. അവൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഞാൻ ഇങ്ങടായിരിക്കും വിളിക്കണമെന്ന് വെച്ചാൽ ഞാൻ ആ സൈഡിൽ കൊണ്ട് വെച്ച് കൊടുത്തത്. അത് കണ്ടില്ല അവൻ. പിന്നെ ഞാൻ എടുത്തുകൊണ്ട് വരികയോ ചെയ്തത്. വേറെ ഒരാളവിടെ നോക്കുന്നുണ്ട്. അവൻ്റെയൊക്കെ രാവിലത്തെ 2 വട്ടം ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞതാട്ടാ, എന്നിട്ടും വിശപ്പാണ്. പാവം കുഞ്ഞിന് വിശപ്പാണ്. എന്ത് സുന്ദരന, വാല് കണ്ടോ. പക്ഷെ എന്ത് ചെയ്യാനാടെ ചക്കരേ, ഇവിടെ വയ്ക്കാൻ പറ്റില്ല. കുഞ്ഞപ്പം സമ്മതിക്കില്ല നിന്നെ ഇവിടെ വളർത്താൻ.